അപ്പൊ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണമല്ലേ? വേണം സാറേ, എനിക്ക് പിശാചിന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. എനിക്കും പറ്റൂല. സാറേ, ഇയാളുടെ ഉള്ളില് കല്ലാണ്, കല്ല്. നീ മിണ്ടരുത്. നിന്നെ കെട്ടണ്ടെന്നേ എന്റെ അമ്മ പറഞ്ഞതാ, ഞാനത് കേട്ടില്ല. അതാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. ഇങ്ങനെ കെട്ടാൻ പിന്നെ ഹേമാമാലിനി വരുമായിരുന്നു മനുഷ്യ. ഒന്ന് പോടാടുന്നു. സാറേ, ഇയാളുടെ അമ്മ ഉണ്ടല്ലോ, ഡാഗിനിയായിരുന്നു സാറേ, ഡാഗിനി. എന്നെ വെള്ളം കൊറേ കുടിപ്പിച്ചു. നിങ്ങൾക്ക് കിട്ടിയ ലോട്ടറിയാണ് മനുഷ്യ ഞാൻ. ആടി കീറിയ ലോട്ടറി. എടി, എന്നെക്കാൾ സൗന്ദര്യമുള്ളവനെ ഈ തലശ്ശേരിയിൽ ആരാടി ഉള്ളത്? പ്രശ്നമാക്കണ്ടെന്ന് നമുക്ക് സോൾവ് ആക്കാം. ഒരു സോൾവ് ഇല്ല സാറേ. എനിക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റൂല. എനിക്കും എനിക്ക് ഡൈവേഴ്സ് വേണം. ഇയാൾക്ക് വരെ കെട്ടാനാണ് സാറേ. കെട്ടാനാടി കേട്ടില്ല സാറേ, മനസ്സിലിരിപ്പ് കാലപാട്. കാലമാട് നിന്റെ അപ്പൻ. ഒരു മിനിറ്റ്. എത്ര വർഷമായി ഒരുമിച്ചിട്ട്? 60. 61 സാറേ. ഇയാൾക്ക് മറവിയുണ്ട് ലേശം. മറവി നിന്റെ അപ്പനും മാന്യായിട്ട് സംസാരിക്കും. ഹലോ, 61 വർഷം. ഇവിടെ പലരും 1 വർഷം ജീവിക്കാൻ പാടുപെടുക. അപ്പോഴാ നിങ്ങളൊക്കെയാണ് ഈ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ. മക്കളും മക്കളും ഒക്കെ ആയില്ലേ? എന്തിനാ ഇനി പിരിയുന്നത്? ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് ജീവിച്ചു കൊടുക്കണം. എനിക്ക് ഡൈവേഴ്സ് ചെയ്ത് തരാൻ പറ്റുമോ? ഡിവോഴ്സ് ആക്കി തരാം. ഒരു കാര്യം ചെയ്യും, രണ്ടാളും ചിത്രവാണി പോയി ഒരു സിനിമയൊക്കെ കണ്ട് ആ പാരീസിൽ പോയി ഒരു ബിരിയാണിയെ കഴിച്ച് നേരെ ഇങ്ങോട്ട് വാ. എന്നിട്ടും നിങ്ങളുടെ അടി തീർന്നില്ലെങ്കിൽ കയ്യോടെ ഞാൻ എടുത്തു തരാം. ഡിവോഴ്സ് പറയും. അപ്പൊ ചെല്ല, നീ വീട്ടിലേക്ക് വാ. എനിക്കാരും അവിടെ വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് പോവൂ. ഞാനും വരുന്നുണ്ട്. വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. പിന്നെ കൂടെയുള്ള പോലീസ്. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനാണ് സാർ. തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് സാർ. ഞാൻ പറയുന്നത് കേട്ടാ സാറിന് മനസ്സിലാവും. സാർ, ഒന്ന് ഒരു അബദ്ധം പറ്റിയാണ് സാർ. സാർ ഒന്ന് കേട്ടാ സാറിന് മനസ്സിലാവും. സാർ സാർ പ്ലീസ് സാർ, ഒരു ചാൻസ് കൂടെ സാർ. ഇത് നടക്കൂല പ്രതിപേട്ട. നടന്നു ശംസ. ഹംസ ഒറ്റയ്ക്ക? ഇല്ല, രണ്ടാളും കൂടി ഉണ്ട്. ഓ, എന്താ ഈ കാര്യം? എന്താണ് 2000 ഉറുപ്പ് കൊടുക്കാന്ന് പറഞ്ഞ വലിയ പണിയാണ്. കോടതിക്ക് അങ്ങനെ പലതും പറയാം. അതിനെ കൊണ്ട് ഞാൻ രണ്ടാളും ഒപ്പം കൂട്ടി. ഇത് ആദ്യം വരും അവന, രണ്ടാം പേര് ആയിഷ. നമസ്കാരം. രണ്ടാളും നിങ്ങളുടെ വലിയ ഫാനാ. താങ്ക് യു. ഒരു മിനിറ്റ്. സാറ് വഴങ്ങണം. ഞാൻ 2 തവണ കണ്ട ബീവിമാർക്ക് വേണ്ടി വന്നതാ. ആയിക്കോട്ടെ. ഇഷ്ടപ്പെട്ടില്ല പാടെ. ഇന്റർവ്യൂ കഴിഞ്ഞ് നമുക്ക് ഇറങ്ങിപ്പോ. മോനെടുത്തു. ഒരു സെക്കൻഡ്. ആളിങ്ങോട്ട് വരുന്നുണ്ട്, ഒന്ന് ബഹുമാനിച്ചു. സർ, എന്റെ മോനെ പോറ്റാനുള്ള പൈസയൊക്കെ എന്റെ ഉണ്ട് വക്കീലെ. നിങ്ങൾ എന്ത് നാന്ന്? അതൊരു സന്തോഷത്തിന് വാങ്ങിക്കൊടുത്ത. ആ കേസിന് ഞാൻ എടുക്കുന്നില്ല. അതിനുവേണ്ടി വെറുതെ സ്നേഹം വേസ്റ്റ് ആക്കണ്ട. പിടിക്കേ. അങ്ങനെ പറയല്ലപ്പാ. പറയുന്നില്ല. സർ, ശരി എന്നാ. സംഭവം ചീറ്റി പ്രതിപേട്ട. കുറച്ച് മാംഗോ ജ്യൂസ്. എന്താണോ സാർ? ഒറ്റ കാര്യം സാർ, കേസ് എടുക്കണ്ട. പക്ഷെ എനിക്ക് ചില പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. മോനെ, മാമൻ ചോക്ലേറ്റ് വാങ്ങിച്ചില്ലാട്ടോ, 20 വാങ്ങിച്ചോട്ടെ. സാർ, ഒരു പാവൻ ചെക്കൻ്റെ ജീവിതമാണ്. ഓൻ ചെറുപ്പമാണ്, ഓൻ്റെ ലൈഫാ. ഓൻ എന്തെങ്കിലും കടുകൈ കാണിച്ചാലോ? ഓൻ ചെയ്യോ? ചെയ്യും, എനിക്ക് ഉറപ്പാ. ഞാനേ കുടുംബ കോടതി ജഡ്ജാ, സ്കൂൾ ഹെഡ് മാസ്റ്റർ അല്ല. വക്കീൽ കൈയിടുത്. സാർ, എല്ലാ വക്കീലുമാരും ചെയ്യുന്നത് തന്നെയല്ലേ സാർ ഞാൻ ചെയ്തുള്ളൂ. സാറിന് അത് അറിയാവുന്നതാണ്. പിന്നെ എന്തിനാന്ന് സാർ? സാർ ഇപ്പൊ കാണിക്കുന്നത് ഒരു സ്കൂൾ മാഷിന്റെ വാശിയാണ്. വക്കീൽ കൈയിടുത്. പോയി പോ. സാർ സാർ എന്തിനാ? ഇതിപ്പോ എന്തെന്നാ ചെയ്യാ? നമുക്കൊരു വീട്ടിൽ പോയി കണ്ടാലോ? അതൊന്നും ശരിയാവില്ല. വക്കീലേ,
നമുക്ക് ഹൈക്കോർട്ടിൽ നിന്ന് പിടിമുറിക്കാലോ. എനിക്ക് ഹൈക്കോർട്ട് എവിടെയാണെന്ന് അറിയോ? സംസൂക്കിന്നറിയില്ലേ? ശംസിക്കൊക്കെ അറിയാം. ഇങ്ങോട്ട് നടക്കും. മാറ്റർ സെറ്റിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. സെറ്റിൽമെന്റ് ടോക്ക് ഈസ് ഗോയിങ് ഓൺ. തീരുവോ? സ്കോപ്പ് ഉണ്ടാ? യെസ് ഒരു പോസ്റ്റിംഗ് കൂടെ വേണ്ടേ? യുവർ ഓണർ, 1 month ടൈം മേ കൈൻഡ്ലി ബി ഗ്രാൻഡഡ്. അടുത്ത പോസ്റ്റിംഗിൽ തീർന്നില്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകും. യെസ് യുവർ ഓണർ. October 10 പിടിക്കടൂ. നെക്സ്റ്റ് MC 115/18 ആ 160/18 എടുക്ക്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. നെക്സ്റ്റ് ഹിയറിംഗ് August 20. താങ്ക് യു സർ. ശരിക്കും എടോ ഇന്റെ കേസ് അങ്ങനെ എടുക്കാതിരിക്കാൻ പറ്റൊന്നുമില്ല. ഇത് കോടതി കാര്യമാണ്. പിന്നെ മൂപ്പര് നമ്മളൊന്നിട്ട് കറക്കുന്നുള്ളൂ. ഇന്റെ കേസ് എടുത്ത് ആൾക്കാര് എത്രയായി? നമ്മൾ കേസെടുക്കുമ്പോൾ കക്ഷികളെ മാത്രം പഠിച്ചാൽ പോരാ, മറുഭാഗത്ത് വക്കീലിനെ കൂടി പഠിക്കണം. അവിടെയാണ് സക്സസ്. ആർപ്പിക്ക് അതറിയാം. അയാളൊരു ചെന്നായിയാണ്. ക്രോസ് എക്സാമിനേഷൻ ഒരു കലയാണ്. അതിൽ പാസ്സായാൽ കേസ് ജയിച്ചു. കൂട്ടിലിരിക്കുന്ന കക്ഷിയുടെ സൈക്കോളജി അറിഞ്ഞു വേണം ക്രോസ് ചെയ്യാൻ. അണ്ടർസ്റ്റാൻഡ്? സാർ ഇത് ഇത്തിരിയോടൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞ. സിമ്പിളാക്കി പറഞ്ഞ വിചാരണ സമയത്ത് ഒരു നാടക നടനെ പോലെ ആവണം ഒരു വക്കീല്. ഒച്ച കൂട്ടിയും കുറച്ചും നോട്ടമെറിഞ്ഞും സ്നേഹിച്ചും പേടിപ്പിച്ചും തലോടിയും വിറപ്പിച്ചും വേണം ക്രോസ് ചെയ്യാൻ. ലൈഫ് ഈസ് ബട്ട് എ വാക്കിംഗ് ഷാഡോ. എ poor play that stunts and frets is always upon the stage. There is heard no more. It is a tale told by an idiot. 2 ലാർജ് കൂടി വേണം. അയാളടിച്ച സാധനം ഏതാ? അതിങ്ങോട്ട് തന്നെ. As you know, this is a fabricated case, Your Honor. കോടതിന്റെ സമയം കളയുന്നാന്ന്. ഡിവോഴ്സിന്റെ ഗ്രൗണ്ട്സ് പോലും മര്യാദയ്ക്ക് അറിയാത്തവന്മാരാണ് വക്കീലിന്റെ കോർട്ട് വിട്ട് വന്നേക്കുന്നത്. കൈൻഡ്ലി ഡിസ്മിസ് ദിസ് കേസ്. RP ഇരിക്ക്, വഴിയുണ്ടാക്കാം. ഇനി ഇയാൾ എന്ത് പുതിയ കള്ളത്തരം കൊണ്ടുവരാന്ന്? ഇരിക്ക് RP. യുവർ ഓണർ, മേ ഐ? യെസ്. ഒരാള് പഴയ ആളാന്ന്. മൂപ്പർ എന്ത് ചെയ്യുന്നു? മൂപ്പർ എല്ലാ ദിവസവും മൂപ്പറുടെ ആടിനെ ഒരു മതിലിനെ ചോട്ടിക്കൊണ്ടുവന്ന് പുല്ല് തിന്നാൻ കിട്ടും. ഇയാൾ എന്തെന്നാ നീ പറയുന്നേ? വക്കീല് കഥ പറയാ. കാര്യമുള്ള കഥയാണ്. അങ്ങനെ ഒരു ദിവസം ഈ മതിൽ അപ്പാട് ഇടിഞ്ഞു വീണ് ആട് ചത്തുപോയി. ആടിന്റെ ഉടമ നേരെ കോടതി കൊണ്ടുപോയി കേസ് കൊടുത്തു. ജഡ്ജി നേരെ മതിലിന്റെ ഉടമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനിയാന്ന് കുറ്റക്കാരൻ, ഇന്റെ മതിൽ ഇടിഞ്ഞു വീണിട്ടാണ് ആട് ചത്തത്. അയാൾ പറഞ്ഞു, മതിൽ കെട്ടിയവന്റെ കുറ്റം കൊണ്ടാണ് മതിൽ ഇടിഞ്ഞു വീണതെന്നും ആട് ചത്തതെന്നും. മതിൽ കെട്ടിയവൻ പറഞ്ഞു, കുറ്റം സിമെന്റ് കുഴച്ചവന്റെ ആണ്. സിമെന്റ് കുഴച്ചവനോട് ചോദിച്ചപ്പോ അയാളും പറഞ്ഞു, എന്റെ കുറ്റം കൊണ്ടല്ല ആട് ചത്തതെന്ന്. അവസാനം ആരായി കുറ്റക്കാരൻ അറിയോ? ഈ ആടിനെ കൊണ്ടുപോയി മതിലിന്റെ താഴെ കെട്ടിയ ആള്. അതായത് ഈ കേസ് കൊടുത്ത ആള് തന്നെ കുറ്റക്കാരനെ. കോടതി അയാളെ തൂക്കിക്കൊല്ലാനും വിധിച്ചു. കം ടു ദ പോയിന്റ്. ഇവരാണ് പഴയ കഥയാണ്. പക്ഷെ ഈ അവസ്ഥയാണ് എന്റെ കക്ഷിക്ക് ഇപ്പോ. ഇവിടെ ആട് ഓന്റെ കല്യാണവും ആടിന്റെ ഉടമ ഓനും വന്നു. ദയവ് ചെയ്ത് ഓനെ തൂക്കിക്കൊല്ലാൻ വിധിക്കരുത്. പ്ലീസ് കം ടു ദ പോയിന്റ്. ഐ വാണ്ട് ടു ക്രോസ് എക്സാമിൻ PW10 to PW15. പുതിയ ആളുകളെ വിചാരണ ചെയ്യുന്ന ഞാൻ കൂടി അറിയണ്ടേ? ഇതെന്തെന്നാപ്പാ? അടങ്ങ് വക്കീലെ, അടങ്ങ്. കാര്യം വക്കീലിനെ അറിയാത്തോണ്ടാ ഇപ്പൊ ഫയൽ ചെയ്തിട്ടുള്ളൂ. മാർക്ക് ചെയ്താണോ? യെസ് യുവർ ഓണർ. ഇതൊക്കെ വേണോ? റിലവന്റ് ആണ്. August 30. ഇത് പബ്ലിസിറ്റി ഉണ്ടാക്കാനുള്ള ഇയാളെ പരിപാടിയാണ് സാർ. ഈ ചങ്ങായിന്റെ താളത്തിന് നിങ്ങളതുള്ളരുതപ്പാ. RP, എൻ്റെ മുമ്പിൽ നിങ്ങൾ വക്കീലന്മാരില്ല. മുമ്പിൽ പറഞ്ഞ ഹർജികളേ ഉള്ളൂ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, പ്രശ്നങ്ങൾ തീർക്കാനാണ് കോടതി. മനസ്സിലായോ? ഓ, പിന്നെ
കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഉടായ്പും കൊണ്ട് എൻ്റെ കോടതിയിൽ വരണ്ട. നേരാമണമുള്ള കാര്യങ്ങളാണ് ഞാൻ കേൾക്കാം. റൈറ്റ്? സർ. ആർപി സാറേ, ഓ അങ്ങനെ നിങ്ങൾ മാത്രം പന്ത് കിട്ടിയാൽ പോരല്ലോ. ഇനി കളിക്ക് നമുക്ക് കാണാം. ഉറപ്പാന്ന് നല്ലോണം കളിക്കാൻ തന്നെ അന്ന്. എന്റെ എക്സ്പീരിയൻസിനേക്കാൾ പ്രായമുള്ള ആളല്ലേ. നിങ്ങളൊന്ന് കൂടെ ഓടി പിടിക്കാൻ നോക്കപ്പാ. ഈ കവർ നീ അവിടെ കൊടുത്താൽ മതി. ബാക്കി കാര്യം ഞാൻ സംസാരിച്ചു. ഞാൻ വിളിക്കാം. ഹായ്. എന്താണോ? ഇല്ല, ഒന്നുമില്ല, ഞാൻ പിന്നെ പറയാം. കേരളത്തിന്റെ ജുഡീഷ്യറി ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇതാ വളരെ വിചിത്രമായ ഒരു വിവാഹമോചന കേസ്. അറേഞ്ച്ഡ് മാരേജ് എന്ന സമ്പ്രദായത്തെ തന്നെ കോടതിയേറ്റാൻ ഒരുങ്ങിയാണ് അഡ്വക്കേറ്റ് പ്രദീപൻ മഞ്ഞോടിയും കക്ഷി ഷജിത് കുമാർ അമ്മണിപ്പിള്ളയും. എത്രയേനു പൊരുത്തം? 10 ൽ 10 പൊരുത്താ. എന്നിട്ട് എന്താണ് മൂപ്പരിപ്പോ ഡിവോഴ്സിന് വന്നിന്? അതായത് നിങ്ങൾ പൊരുത്തം മാത്രമേ നോക്കിയിട്ടുള്ളൂ, പൊരുത്തക്കേട് കണ്ടിട്ടില്ല അല്ലേ? പേരെന്തേനു? ഷൺമുഖൻ, കെയർ ഓഫ് മംഗലം മാട്രിമോണിയൽ. എത്ര വിവാഹം നടത്തിയിട്ടുണ്ട്? ആര്? നിങ്ങൾ. ഇതെന്ത് ചോദ്യമാണ്? ഇത്രയും ഫേമസ് ആയുള്ള ബ്രോക്കർ എത്ര കല്യാണം നടത്തിയിട്ട് വെച്ചാൽ കണ്ടമാനം നടത്തിയിട്ടുണ്ട്. അതിലെത്ര ഡിവോഴ്സ് ആയിട്ടുണ്ട്? അതിപ്പം വിവാഹം സ്വർഗത്തിൽ നിന്നാണല്ലോ. നമ്മളൊരു ഇടനിലക്കാരൻ മാത്രല്ലേ. ഓന്റെ പിന്നെന്താ? അപ്പൊ ഈ സ്വർഗത്തിൽ നടക്കുന്ന കല്യാണത്തിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എങ്ങനെയാണ് അറിയാറ്? ആടുന്ന് ഫോൺ വരും അതോ ഇമെയിൽ വഴി അറിയിക്കുക? അത് സ്വർഗത്തിന്. ഈ വിവാഹത്തിന് മുന്നേ ചെക്കനും പെണ്ണും തമ്മിൽ കാണാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതെന്തിനാണ്? കാരണം വിവാഹം കഴിഞ്ഞാൽ ഓരോന്നല്ലേ ഒന്നിച്ച് കാണണവും ജീവിക്കണമൊക്കെ. എന്തിനാണ് വേറെ അവസരം? അപ്പോ വിവാഹത്തിന് മുന്നേ ചെക്കനും പെണ്ണും തമ്മിൽ കാണാനും സംസാരിക്കാനുള്ള അവസരം നിങ്ങൾ കൊടുക്കാറില്ല. That's all, Your Honor. നിങ്ങളെ മോൻ വന്ന് അച്ഛാ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് നിങ്ങളോട് എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഓനെ കല്യാണം കഴിപ്പിച്ചിന്? നമുക്കറിയാലോ ഓന് കല്യാണപ്രായമായി. അതെങ്ങനെയാണ്? ഓൻ എന്തെങ്കിലും പ്രത്യേക സിഗ്നൽ വിട്ട എനിക്ക് കല്യാണപ്രായം ആയിന്ന് പറഞ്ഞ്? മുകേഷ് കുമാറെ, യുവർ ഓണർ, ഇങ്ങളെ ചങ്ങായി സുന്ദരനാണോ? ലേശം. ഓന്റെ ഭാര്യയോ സുന്ദരിയല്ലേ? കുഴപ്പമൊന്നുമില്ല? കുഴപ്പമൊന്നുമില്ല ആണോ അല്ലയോ? സുന്ദരിയാണ്. പിന്നെ എന്തിനാന്നോ ഡൈവോഴ്സ് ചെയ്യുന്നേ? ഒരു പെർഫെക്റ്റ് മാച്ച് അല്ലേ? ശരിക്കും മാച്ച് അല്ലേ ഓറ്? ആ ഇനി പറ, എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ ഓന്റെ ഭാര്യയെ പറ്റി? ഇല്ല, ഒന്നുമില്ല. ഓറ് പിരിയേണ്ട ഒരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞ മുകേഷ് കുമാർ അത് സമ്മതിക്കുവോ അതോ എതിർക്കുവോ? സമ്മതിക്കുവോ? എതിർക്കുവോ സമ്മതിക്കുവോ? സമ്മതിക്കും. 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 അല്ല, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. കല്യാണം നടത്തി നിങ്ങളാണോ? നിങ്ങൾ മസിൽ പിടിക്കലപ്പ. ചോദിക്കുന്നതിന് ഉത്തരം പറയും. എന്തെങ്കിലും പറ. നിങ്ങളിങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേട്ടാ, പറഞ്ഞൂട്. നിനക്കെന്താണ് അതിലൊക്കെ കാര്യം? ഞങ്ങളുടെ വീട്ടിലങ്ങനെ വലിയ പല കല്യാണങ്ങളും നടക്കും. ഞങ്ങളെല്ലാം അതുപോലെ തന്നെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. നീ എന്താന്ന് പോയി അന്വേഷിച്ചിട്ട് വാടാ പോയിട്ട്. ഇന്ന് കേരളത്തിലെ ഡിവോഴ്സിന്റെ നിരക്ക് 700%. സാക്ഷരത കേരളത്തിന്റെ ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ് അതിന് പ്രശ്നം എന്നാണ് വക്കീൽ പറഞ്ഞു വരുന്നത്. വെറുതെ കാടടിച്ച് വെടിവെക്കല് വക്കീലെങ്ങനെ എന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ എനിക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കാൻ നിങ്ങൾ വെറുപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ വേറെ ആലോചിക്കോ. എനിക്ക് പറയാനുള്ള ഞാൻ കോടതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട കാര്യം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഇവിടെ പറയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ഞാൻ ബാക്കി ഇനി ഫോണിലെടുക്കണം. ഇനി അത് ഫേസ്ബുക്കിൽ ഇട്ടു.
വയറിലാട്ടെ. ഇങ്ങനെ എനിക്ക് പറയാനുള്ളത് പറയാൻ സമ്മതിക്കാൻ നിങ്ങൾ വെറുപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ വേറെ ആലോചിക്കോ. എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതി പറഞ്ഞോളാം. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഇവിടെ പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ അറേഞ്ച്ഡ് മാരേജിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പ്രദീപൻ വക്കീൽ എന്താണ് പറയുന്നത് എനിക്കറിയാം, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പ്രേമവിവാഹം എന്ന് പറയുമ്പോൾ പിന്നെ കല്യാണത്തിന് മുമ്പേ തന്നെ പരസ്പരം കുറേ കൂടി മനസ്സിലാക്കിയത് ആൾക്കാർ തമ്മിലുള്ള ഒരു കരാറാണ്. അതാണ് കുറച്ചുകൂടി ഗുണമെന്നല്ലാതെ എൻ്റെ അഭിപ്രായം. ലവ് മാരേജ് ലോട്ടറിയാണ്, അത് അടിച്ചടിച്ച്. അറേഞ്ച് മാരേജ് 100% അറേഞ്ച്മെന്റിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അറേഞ്ച് മാരേജിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ പറയട്ടെ, ലവ് സ്നേഹിച്ചിട്ട് വീട്ടുകാരുടെ സമ്മതത്തോട് കൂടി ലവ് ആൻഡ് അറേഞ്ച് മാരേജ് കഴിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഐ വിൽ സപ്പോർട്ട് അറേഞ്ച് മാരേജ്. ഓൾ പ്രവചിക്കുന്നത് കല്യാണം കഴിച്ച് അതിന് വിഷമപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ലവ് മാരേജ് ആണ് നല്ലത്. അതിപ്പം പരാജയം. ലവ് മാരേജ് പണി കിട്ടിയതാ നല്ല തേപ്പ്. ലവ് ആയാലും അറേഞ്ച് മാരേജ് സീനാണ്. ഇത് ലവ്, ഇത് അറേഞ്ച്ഡ്, രണ്ടിലും ഞാൻ ഹാപ്പി അല്ലേ? शादी से क्या आम और क्या खास, आइए आपको बताते हैं कि आखिर उनके गुस्से की वजह है क्या। अरेंज्ड मैरिज डिवोर्स का कारण है, ऐसे मैं नहीं बताऊंगा. फिर भी सोचे, अरेंज्ड मैरिज डिवोर्स का एक प्रधान कारण है. एक फूल उठता है, ऐसे लागू में करता है यंगस्टर्स आजकल मैरिज. ये दुनिया किधर जा रहा है? ये शो के जरिए എന്താ പ്രശ്നം? എല്ലാവരും ഡിവോഴ്സ് വാങ്ങാൻ വന്നവരാണ്. ഫുൾ അറേഞ്ച് മാരേജ് ടീംസാണ്. ഈ പ്രായത്തിൽ വാ. ഇനി പ്രേമിച്ചിട്ടുണ്ടോ? ഒന്ന് പ്രേമിച്ചൂടായിരുന്നോ? രസമാണ്. വക്കീല് പ്രേമിച്ചിട്ടല്ലേ കല്യാണം കഴിച്ച്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി എനിക്ക് പൂ കൊണ്ട് തന്നിന്. അപ്പാട് ഞാൻ അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. എന്നിട്ട് എന്താപ്പാ, അമ്മയെ പെണ്ണെ വിളിച്ച് പൂരം ചീത്ത. എന്റെ സങ്കല്പത്തിന് പെണ്ണെങ്ങനെയാന്ന് ഒന്ന് പറഞ്ഞാട്ടെ. അതൊക്കെ ഉണ്ട്, പറയ് കേക്കട്ടെ. നമ്മളെ പഴയ നടിയില്ലേ സുമലത, ഓരെ പോലൊരു പെണ്ണാ എന്റെ സ്വപ്നത്തില്. സുമലത? അപ്പോ വക്കീലേ, എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. എന്താണ്? എനിക്ക് നിങ്ങളെ മാതിരി അടിച്ചു പൊളിക്കണം, നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഒപ്പരല്ലോ. ഇന്നെ ചീത്താക്കാനാണോ ഇനി എന്റെ അടുത്ത് പറയുന്നത്? ലേശം ബെസ്റ്റ്. എനിക്ക് ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഇനി എന്താണ്? എനിക്ക് ധൈര്യത്തോടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്നുവെച്ചാ എന്തെങ്കിലും ധൈര്യമായിട്ട്. നിങ്ങൾ വിചാരിച്ച് നടക്കും. അടിച്ചങ്ങ് പൊട്ടിച്ചാളാ. മണങ്ങ് മണങ്ങ്. ഒന്നുകൂടെ പോയി കൊടുക്കണേ. സമയമുണ്ട്, ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ലേശം ചോറെടുത്താട്ടെ. ഞാൻ എന്നാടെ പോയിനി പിണറായി വല വിട്ടു. കണ്ട
എന്താടാ എനിക്കെന്താ ഇവിടെ കാര്യോ? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഓൻ നിങ്ങളെല്ലാം കാണാൻ പുതിയ പോലും. നീ എല്ലാം കൂടി അവനെ പിടക്കാക്കി നിന്നെ നമ്മള് കാണിച്ചു കേട്ടാ ഈ കേസ് നോയിട്ട്. പൊന്നുപോലെ വളർത്തിയതാ ഓനയാള്. ഒരു കരയില്ലാത്ത ചെക്കനും അറിയാം എനിക്ക്. എന്ത് വളർത്തിയെന്ന്? പിള്ളേരെ വളർത്തേണ്ടത് നിങ്ങളെ ചിന്തയിലല്ല. ഈ ബ്രോയിലർ കോഴി മാതിരി ആക്കിയിട്ട് എന്ത് ചെയ്യാനാന്ന്? ഓനും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും എല്ലാം ഉള്ള ഒരുത്തനാന്ന്. അതും കൂടെ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾ ഓൻ്റെ ആരെല്ലാം ആവുള്ളൂ. ഏടെ നീ പിന്നെ നാട്ടക്ക് പിന്നെ പറഞ്ഞോളട്ടാ. കാണിച്ചരാ ഒരു വക്കീൽ എനിക്ക് പിന്നെ തരാം. എത്ര ദിവസം എന്താടാ ഓൻ്റെ ഒരു കാര്യം? എത്ര ദിവസമായി അമ്മ ഓൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? വണ്ടിയുടെ വക്കീലേ, വണ്ടി ഇനി കാര്യം പറയാം.